എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ്? സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഡാണ്, ജനറലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ ലോങ് ടൈം പ്ലാൻ എന്നും വിളിക്കാം. കാരണം സ്ട്രാറ്റജിക് പ്ലാൻ 5 വർഷമോ അതിനേക്കാൾ കൂടുതലോ ഉണ്ടായിരിക്കും. പിന്നെ ഈ സ്ട്രാറ്റജിക് പ്ലാൻ ഓർഗനൈസേഷനിലത്തെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും സീനിയർ മാനേജ്മെൻറ്റും ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. ഫൈനൽ ഡിസിഷൻ ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എംപ്ലോയീസിൽ നിന്നും അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുന്നില്ല. എംപ്ലോയീസിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ച് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ്.